ഓപ്പറേഷൻ സിന്ദൂറിനും ഓപ്പറേഷൻ മഹാദേവിനും പിന്നാലെ അതിർത്തി അശാന്തമായി മാറുകയാണ്. മാധ്യമങ്ങളിൽ ഏറ്റവും അധികം ഉയർന്നു വന്ന വാർത്ത ഇതുതന്നെയായിരുന്നു. ദേശീയ മാധ്യമങ്ങൾ ഇന്നലെ മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പങ്കുവച്ചു തുടങ്ങിയിരുന്നു. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് പലതരത്തിലുള്ള ഭീഷണികൾ ഉയർന്നു വരാൻ സാധ്യതയുള്ള മാസങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യം. എന്നാൽ കഴിഞ്ഞ ദിവസം ഉണ്ടായി എന്ന് പറയുന്ന ജമ്മുകാശ്മീരിലെ പൂഞ്ചിലെ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ആക്രമണം, അതിനെക്കുറിച്ചുള്ള വ്യക്തമായ സൂചന ഇപ്പോൾ സൈന്യം നൽകുകയാണ്. വെടിനിർത്തൽ കരാർ പാകിസ്ഥാൻ ലംഘിച്ചു എന്ന വാർത്തകൾ പുറത്തു വന്നു. പക്ഷേ അതിനെ സൈന്യം നിഷേധിക്കുകയാണ്. കരാർ ലംഘനം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് സൈന്യം വ്യക്തമാക്കുന്നത്. നേരത്തെ വന്ന വാർത്തയനുസരിച്ച് 20 മിനിറ്റോളം നേരം പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും പ്രകോപനമുണ്ടായി, വെടിവെപ്പുണ്ടായി എന്ന വാർത്ത പ്രചരിച്ചിരുന്നു. അതിന് തക്കതായ രീതിയിൽ കനത്ത തിരിച്ചടി ഇന്ത്യൻ സൈന്യവും നൽകി. ഈ വാർത്തയായിരുന്നു ദേശീയ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിച്ചത്. പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ സൈന്യം തന്നെ പറയുന്നു അത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല, ജാഗ്രതയോടുകൂടി സൈന്യം അതിർത്തി കാക്കുന്നു എന്നുള്ളത്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് പാകിസ്ഥാനിലെ ഭീകര സൈനിക താവളങ്ങളെ ഇന്ത്യൻ സൈന്യം തകർത്തിരുന്നു. ശേഷം വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയുടെ കാല് പിടിച്ച് പാകിസ്ഥാൻ രംഗത്ത് വന്നു. രണ്ടു രാജ്യങ്ങളും വെടിനിർത്തലിലേക്ക് കടന്നു. ഏപ്രിൽ 22 കശ്മീർ താഴ്വരയിലെ ബൈസരൻ വാലിയിലെ പഹൽഗാം ഭീകരാക്രമണം, അതിനുള്ള മറുപടിയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് നൽകിയത്. 100-ലധികം പാകിസ്ഥാൻ ഭീകരർ അതിൽ കൊല്ലപ്പെട്ടിരുന്നു. ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കർ ഇ തൈബയുടെയും ഒക്കെ തന്നെ ഭീകര കേന്ദ്രങ്ങളെ തകർത്തിരുന്നു. പാകിസ്ഥാൻ സൈന്യം ഇന്ത്യക്ക് നേരെ തിരിഞ്ഞപ്പോൾ പാകിസ്ഥാന്റെ സൈനിക താവളങ്ങളെയും വ്യോമതാവള ബേസുകളെയും ഒക്കെ തന്നെ തകർത്തുകൊണ്ട് തിരിച്ചടി കനപ്പിച്ചു. പാകിസ്ഥാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയായിരുന്നു. അതിൽ വിറച്ച് പാകിസ്ഥാൻ ഇന്ത്യയുടെ കാലു പിടിച്ചു. ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയായിരുന്നു ഭീകരർ അന്ന് വെടിവെപ്പ് നടത്തിയത്. മലയാളി ഉൾപ്പെടെ 27 പേർ അന്ന് കൊല്ലപ്പെട്ടു. കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര, ഒഡീഷ തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും UAE, നേപ്പാൾ സ്വദേശികളുമാണ് അതിൽ ഉൾപ്പെട്ടത്. 20 പേർക്ക് സാരമായി പരിക്കും സംഭവിച്ചിട്ടുണ്ട്. രാജ്യത്തിനെ നടുക്കിയ ഈ ആക്രമണത്തിൻ്റെ ഞെട്ടലിൽ നിന്നും ഇതുവരെയും രാജ്യം കയറിയിട്ടില്ല. സൈനിക വേഷത്തിലായിരുന്നു ഭീകരർ ഉച്ച കഴിഞ്ഞ് സഞ്ചാരികൾക്ക് നേരെ ഇങ്ങനെ വെടിയുതിർത്തത്. അതിനുശേഷം ഇന്നുവരെയും രാജ്യം നിതാന്ത ജാഗ്രതയിലാണ്. ഈ സാഹചര്യത്തിൽ വിമാനത്താവളങ്ങൾക്കും കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ നിരവധി കേന്ദ്രങ്ങളിൽ ഭീഷണികൾ, വ്യാജ ഭീഷണികൾ ഇതൊക്കെ തന്നെ ഉയർന്നു വന്നിരുന്നു. എന്നാലിപ്പോൾ ഭീകര ഭീഷണി മുന്നിൽ കണ്ടുകൊണ്ട് രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ സുരക്ഷ ശക്തമാക്കണമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയാണ് ഇങ്ങനൊരു നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അതും സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 2 വരെയുള്ള സമയം ഏറ്റവും ഭയപ്പെടേണ്ട, ജാഗ്രതയോടുകൂടി നോക്കിക്കാണേണ്ട സമയം. ഈ കാലയളവിൽ തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്നും ഭീഷണി സന്ദേശം വരും. ആ ഒരു സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ നീക്കം നടത്തുന്നത്. ഇതിന് മുന്നോടിയായി തന്നെ ഇന്നു മുതൽ വേണ്ട വിധത്തിലുള്ള നടപടികൾ സ്വീകരിക്കണം. 2025 സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 2 വരെയുള്ള കാലയളവിൽ സാമൂഹ്യ വിരുദ്ധരിൽ നിന്നോ അതല്ലെങ്കിൽ തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്നോ വിമാനത്താവളങ്ങളിൽ ഭീഷണിയുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് കേന്ദ്ര സുരക്ഷാ ഏജൻസിയിൽ നിന്നും ഈ അടുത്ത് ലഭിച്ചുവെന്നും ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് കണക്കിലെടുത്ത വിമാനത്താവളങ്ങൾ, എയർ സ്ട്രിപ്പുകൾ, എയർഫീൽഡുകൾ, വ്യോമസേനാ സ്റ്റേഷനുകൾ, ഹെലിപ്പാഡുകൾ തുടങ്ങിയ എല്ലാ തരത്തിലുള്ള സിവിൽ ഏവിയേഷൻ ഇൻസ്റ്റലേഷനുകളിലും സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയെന്നാണ് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ്റെ പ്രസ്താവനയിലൂടെ മനസ്സിലാക്കാനായി കഴിയുന്നത്. പാകിസ്ഥാന്റെ ഭീകര ഗ്രൂപ്പുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിവരത്തിന്റെ അടിസ്ഥാനം തന്നെയാണ് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ഇങ്ങനെ ഒരു ഉപദേശം നൽകിയിരിക്കുന്നത്. ഓഗസ്റ്റ് 4 നൽകിയ നിർദ്ദേശത്തിൽ ലോക്കൽ പോലീസ്, അതുപോലെ തന്നെ CASF, IB തുടങ്ങി പ്രസക്തമായ ഏജൻസികളൊക്കെ തന്നെ അവരുടെ നിർദ്ദേശം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നും എടുത്തു പറഞ്ഞിട്ടുണ്ട്. വിമാനത്താവളങ്ങളിൽ ജീവനക്കാർക്കും കോൺട്രാക്ടർമാർക്കും സന്ദർശകർക്കും യാത്രക്കാർക്കും ഒക്കെ തന്നെ ID പരിശോധന നിർബന്ധമാക്കണമെന്നും CCTV സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് തുടർച്ചയായി തന്നെ നിരീക്ഷിക്കണമെന്നും ഉറപ്പാക്കാൻ സുരക്ഷാ ഏജൻസി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരു കാരണവശാലും അതിൽ നിന്നും പിന്നോട്ട് പോകരുത്. ഇത്തരത്തിലുള്ള നിർദ്ദേശമാണ് ഈ സാഹചര്യത്തിൽ നൽകിയിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഏവരും അന്വേഷിക്കുന്നത് മറ്റൊന്നുമല്ല, ഇന്ത്യയുടെ കരുത്തനായ ബ്രഹ്മോസ് മിസൈലിനെ കുറിച്ചാണ്. ഇപ്പോൾ ആഭ്യന്തരമായും ഇന്ത്യ വലിയൊരു ഓർഡർ ബ്രഹ്മോസിന് വേണ്ടി നൽകിയിരിക്കുന്നു. ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമാണ് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ. ഇന്ത്യൻ സൈന്യം തന്നെ അതിനു വേണ്ടിയിട്ടുള്ള കൂടുതൽ ഓർഡറുകൾ നൽകിയിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന്റെ അടിസ്ഥാന സൗകര്യങ്ങളെ തകർത്തെറിഞ്ഞ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആത്മധൈര്യത്തെ ചോർത്തിയെടുത്ത ബ്രഹ്മോസിന്റെ കരുത്ത് അത് കൂടുതൽ ഇടങ്ങളിലേക്ക് വിന്യസിക്കാനാണ് സൈന്യം തീരുമാനിച്ചിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് കൂടുതൽ ഓർഡർ നൽകാൻ
ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ അതിന്റെ അനുമതിയും കിട്ടും. നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾക്ക് വേണ്ടിയാണ് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളെ വിന്യസിക്കാൻ ഒരുങ്ങുന്നത്. അതിർത്തി സുരക്ഷ കാക്കുന്നതിൽ ബ്രഹ്മോസിന്റെ കരുത്ത് ഏവരും കണ്ടു. ഇനി സമുദ്ര സുരക്ഷയ്ക്ക് കൂടുതൽ മേൽക്കൈ ലഭിക്കാനായി ബ്രഹ്മോസിനെ സമുദ്രമേഖലയിൽ വിന്യസിക്കും. ഇന്ത്യയുടെ വ്യോമ കരസേനകൾക്ക് കൂടുതൽ ശക്തി പകരാൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഉന്നതതല യോഗത്തിലൂടെ തീരുമാനമാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. 4 ദിവസം നീണ്ടുനിന്ന ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ബ്രഹ്മോസ് മിസൈലിന്റെ രുചിയും അതിന്റെ പവറും കൃത്യമായി തന്നെ മനസ്സിലാക്കിയത് മറ്റാരുമല്ല, പാകിസ്ഥാനാണ്. ഇന്ത്യൻ മിസൈലിന്റെ കരുത്ത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ അയൽക്കാരനോട് ചോദിച്ചാൽ മതി എന്നുള്ള പരിഹാസം അടക്കം അതിന് പിന്നാലെ ഉയർന്നു കേട്ടിരുന്നു. പാകിസ്ഥാന്റെ വ്യോമ താവളങ്ങളെയും സൈനിക കന്റോൺമെന്റുകളെയും ഇന്ത്യൻ സൈന്യം തകർത്ത് തരിപ്പണമാക്കിയത് ബ്രഹ്മോസ് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. വൻതോതിലുള്ള അപ്രതീക്ഷിതമായ നാശനഷ്ടങ്ങൾ തന്നെയാണ് പാകിസ്ഥാന് സംഭവിച്ചത്. പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു അതിന്റെ വ്യാപ്തി. വളരെ നന്നായി ഇതിന്റെ കരുത്ത് മനസ്സിലാക്കിയ പാകിസ്ഥാനിലെ ഭീകരരൊന്നും തന്നെ ഇന്ന് ജീവനോടെ ഇല്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. 100-ലധികം ഭീകരരെ വകവരുത്താൻ ഇന്ത്യൻ സൈന്യത്തിന് പല മിഷനിലൂടെ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലോകം തന്നെ ഭാരതത്തിന്റെ കരുത്ത് അത് മനസ്സിലാക്കി. ആത്മനിർഭരത എന്നതിലൂന്നി ആത്മനിർഭർ ഭാരതിന്റെ കീഴിൽ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ബ്രഹ്മോസ് മിസൈലുകൾ അതിന്റെ കരുത്ത് തെളിയിച്ചതാണ്. പാകിസ്ഥാനിലെ പലവിധ അടിസ്ഥാന സൗകര്യങ്ങളെ തച്ചു തകർക്കാൻ ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണത്തിന് കഴിഞ്ഞെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചത് ബ്രഹ്മോസ് തന്നെയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ പ്രധാനപ്പെട്ട സവിശേഷ ആയുധം തന്നെയാണ് ബ്രഹ്മോസ്. ദൗത്യത്തിലൂടെ പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ ആസ്ഥാനവും പഞ്ചാബ് പ്രവിശ്യയിലെ ലഷ്കർ ഇ തൈബയുടെ കേന്ദ്രങ്ങളും ഇന്ത്യൻ സൈനിക നടപടിയിലൂടെ തകർത്ത് തരിപ്പണമാക്കാൻ കഴിഞ്ഞിരുന്നു. ഇതിനിടയിൽ തന്നെ നേരത്തെ പരാമർശിച്ച ബ്രഹ്മോസ് മിസൈലുകൾ, ഈ ബ്രഹ്മോസ് മിസൈലുകളുടെ ആവശ്യകത എത്രത്തോളം വർദ്ധിക്കുന്നു എന്നുള്ള ഒരു സൂചന കൂടിയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളിൽ ബ്രഹ്മോസ് മിസൈലുകൾ കനത്ത നാശം വിതച്ചത്. അതുകൊണ്ട് തന്നെ ഈ മിസൈലുകളെ വീണ്ടും വാങ്ങിക്കൂട്ടാൻ ഇന്ത്യ ഒരുങ്ങുകയാണ്. ഇന്ത്യയും റഷ്യയും സംയുക്തമായി നിർമ്മിച്ച ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ വാങ്ങാനുള്ള അനുമതിക്ക് വേണ്ടി പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഉന്നതതല യോഗത്തിനായി കാത്തുനിൽക്കുകയാണ് സൈന്യം. പ്രതിരോധ മന്ത്രാലയത്തിലെ ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമം പങ്കുവച്ച റിപ്പോർട്ട് അനുസരിച്ച് നാവികസേനയുടെ യുദ്ധക്കപ്പലുകളിലേക്കും കരവ്യോമ മാർഗത്തിലൂടെ വിക്ഷേപിക്കാൻ കഴിയുന്ന മിസൈലുകളായിരിക്കും വാങ്ങിക്കൂട്ടുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിലുള്ള മറുപടി എന്ന രീതിയിൽ പാകിസ്ഥാന്റെ ഭീകര സൈനിക കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ ആക്രമണം, ആ ഓപ്പറേഷൻ സിന്ദൂറിൽ ബ്രഹ്മോസ് മിസൈലുകൾ വഹിച്ച പങ്ക് അത് വളരെ വലുത് തന്നെയായിരുന്നു. അത് വിലമതിക്കാനാവാത്തതാണ്. നാവികസേനയുടെ വീർ ക്ലാസ് യുദ്ധക്കപ്പലുകളിലും വ്യോമസേനയുടെ റഷ്യൻ നിർമ്മിത സുഖോയ് 30 MKI യുദ്ധവിമാനങ്ങളിലുമായിരിക്കും ബ്രഹ്മോസ് ആദ്യഘട്ടത്തിൽ വിന്യസിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങൾ നൽകിയ സംഭാവനകൾ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ എടുത്തു പറഞ്ഞ് പ്രശംസിച്ച ഒരു വിഷയമായിരുന്നു. നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങളുടെ കരുത്ത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലോകം തന്നെ വീക്ഷിച്ചു. നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവയുടെ അവ നിർമ്മിച്ചെടുത്ത ആത്മനിർഭർ ഭാരതിന്റെ ശക്തി തെളിയിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രത്യേകിച്ചും ബ്രഹ്മോസ് മിസൈലുകളെന്നും അദ്ദേഹം ഊന്നിപ്പറയുക ചെയ്യുകയുണ്ടായി.